ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള ഹെലൻ കെല്ലറിൻ്റെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ അഥവാ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, Dave is trying to list out the events in the early life of Helen Keller. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ജീവിതത്തിലെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് ലിസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ദേവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. പക്ഷെ എന്താണ്, ദേവിനത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. റീഡ് ദ പാസേജ് വൺസ് അഗൈൻ ആൻഡ് ഹെൽപ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ താഴെയുള്ളത് വായിക്കുക, എന്നിട്ട് അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാൻ വേണ്ടി അവനെ ഒന്ന് സഹായിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കേം എ ഇയർ ഓൾഡ്. അവൾക്ക് 1 വയസ്സായപ്പോൾ തന്നെ അവൾ നടക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. ഹെലൻ ലേൺഡ് ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ്. അവളുടെ ആ ഒരു ഏർലി മന്ത്സിൽ, ചെറിയ മാസങ്ങളിലൊക്കെ തന്നെ അവൾ വാട്ടർ എന്നുള്ള വാക്കൊക്കെ പഠിച്ചിരുന്നു. ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിങ് ദ ബേബി. അവളുടെ വീട്ടിൽ അവളുടെ പേരിടലിനെ കുറിച്ചിട്ട് ചൂടായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ആ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ് ഹെലൻ എന്ന് പറയുന്നത്. ഹെലൻ ഫെൽ ഇൻ ഇൽ. ഹെലന് അസുഖങ്ങൾ പിടിപെട്ടു. മിൽഡ്രഡ് കാംഫെൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പോൾ മിൽഡ്രഡ് കാംഫെൽ എന്നുള്ള പേരാണ് അവൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് തന്നിട്ടുള്ള ഇവൻറ്റ്സ്. ഇതിനെ നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി എന്ന് വരുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിങ് ദ ബേബി എന്നുള്ളത് സെക്കൻഡ് വരും. തേർഡ് വൺ എന്ന് പറയുന്നത് മിൽഡ്രഡ് കാംഫെൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ് എന്നുള്ളത് ഫോർത്ത് വൺ ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കേം എ ഇയർ ഓൾഡ് എന്നുള്ളതാണ് ഫിഫ്ത്ത് വൺ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെലൻ ഫെൽ ഇൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇത് ഇതേപോലെ ഈ ബോക്സിൽ നിങ്ങൾ എഴുതി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ താഴേക്ക് നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി, ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദ പാസേജ്. നമ്മൾ മേലെ വായിച്ചിട്ടുള്ള ആ ഒരു പാസേജിന്, ആ ഒരു പാഠഭാഗത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ, ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. യു മേ ഓൾസോ ഗിവ് വൺ ഓഫ് യുവർ ഓൺ. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ അടുത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ദ ക്വിസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺസ്, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അപ്പോൾ നമുക്കവിടെ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നുള്ളത് എഴുതാം. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അൺഫോൾഡിങ് ഗ്രീഫ് എന്നുള്ള ഇതാണ് ഒന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3 ആണ്. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. നമ്മൾ പഠിച്ച പാസേജിൽ കുറച്ച് സീസൺസ്, കുറച്ച് ഋതുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള കോളംസിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരെണ്ണം നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സീസൺസ്, ഫീച്ചേഴ്സ്. അപ്പോൾ ഫസ്റ്റ് സീസൺ സ്പ്രിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പ്രിങ്ങിലെ ഫീച്ചർ എന്ന് പറയുന്നത് ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗിങ് മെലഡിയസ് സോങ്സ് എന്നുള്ളതാണ്. അഥവാ റോബിനും മോക്കിംഗ് ബേർഡ് എന്നുള്ള ആ ഒരു ബേർഡൊക്കെ നല്ല മധുരമായിട്ട് പാട്ട് പാടും എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് സമ്മർ കൊടുക്കാം. സമ്മറിൽ എന്താണ്, ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സും അതുപോലെ തന്നെ റോസുകളൊക്കെ വിരിയും എന്നുള്ളതാണ്. ഓട്ടമിൽ എന്താണ്, ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഫ്രൂട്ട്സൊക്കെ നല്ല ഗോൾഡൻ പരുവത്തിലാവും, അതുപോലെ തന്നെ ഇലകളൊക്കെ കൊഴിയാൻ വേണ്ടി തുടങ്ങും. നെക്സ്റ്റ് വൺ വിൻ്റർ ആണ്. വിൻ്ററിൽ എന്താണ്, ഇൻ ഫെബ്രുവരി സ്ട്രക്ക് ബൈ ദ ഇൽനെസ്. എന്താണ്, ഹെലൻ കെല്ലറിന് ഇൽനെസ് പിടിപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ജസ്റ്റ് കോളത്തിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ആണ്. ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര സീസൺസ് ആണ് ഉള്ളത്? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സീസൺസിൻ്റെയും പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. എങ്ങനെയാണ് ആ സമയത്ത് പ്രകൃതി മനോഹരമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ളത് 4 സീസൺസ് ആണ്. സമ്മർ, മൺസൂൺ, ഓട്ടം, വിൻ്റർ എന്നുള്ളതാണ്. ഓക്കെ, സ്പ്രിംഗ് സീസൺ ഇല്ല, അതിന് പകരം നമുക്ക് മൺസൂൺ സീസൺ ആണ്.
അതിൻ്റെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്നും മറ്റുമൊക്കെ കിട്ടും. അതൊക്കെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യുക. ഇനി ഇതിൽ അഞ്ചാമത്തെ പ്രവർത്തനം, ഇമാജിൻ യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ കേറ്റ് കെല്ലർ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അമ്മയായിട്ടുള്ള കേറ്റ് കെല്ലറുമായിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ ആണ്. ഇനി വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു 5 ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് എഴുതി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വേർ യുവർ ഇനീഷ്യൽ തോട്ട്സ് ആൻഡ് ഫിയേഴ്സ് വെൻ ഹെലൻ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഹെർ ഇൽനെസ്? അപ്പോൾ ഹെലൻക്ക് അവളുടെ ആ ഒരു അസുഖം ബാധിച്ചപ്പോൾ, അത് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തകളും എന്തൊക്കെ പേടികളുമാണ് ആദ്യം ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഹെലൻസ് റിമാർക്കബിൾ അച്ചീവ്മെന്റ്സ് ആൻഡ് ഇമ്പാക്ട് ഓൺ ദ വേൾഡ് മേക്ക് യു ഫീൽ ആസ് എ മദർ? ഒരു അമ്മ എന്നുള്ള നിലക്ക് ആ ഈ ഒരു ഹെലൻ കെല്ലർ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ഈ വേൾഡിൽ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് അമ്മ എന്നുള്ള നിലക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് യു ടു സീക്ക് ഔട്ട് എ ടീച്ചർ ഫോർ ഹെലൻ ആൻഡ് ഹൗ ഡിഡ് യു ഫൈൻഡ് ഹെർ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ടീച്ചർ അവൾക്ക് വേണം, അവൾക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചറെ അവളെ ഇൻസ്പയർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്തതും അതുപോലെ എങ്ങനെയാണ് അവരെ നിങ്ങൾ കണ്ടെത്തിയതും എന്ന് ചോദിക്കാം. Then fourth question, what were some of the biggest challenges you faced in raising and educating ഹെലൻ? ഈ ഹെലൻ കെല്ലറിനെ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ഹെലൻസ് ഡെവലപ്മെൻറ്റ്? ഹെലൻ്റെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ പാഠഭാഗം കഴിഞ്ഞു. ഇനി ഒരു ഗ്ലോസറി ആയിട്ട് കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് കൂട്ടുകാർ വായിച്ചു നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് 3rd യൂണിറ്റ് ആണ്. Cloud 9 എന്നുള്ള യൂണിറ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.